നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം വെടിക്കെട്ട് അനുമതിക്കായി ജില്ലാ ഭരണകൂടം നിയമോപദേശം തേടും. വേല വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഇതുപ്രകാരം പൂരം വെടിക്കെട്ടിന് അനുമതി നൽകാൻ കഴിയുമോ എന്നാണ് നിയമോപദേശം തേടുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വേലയ്ക്ക് വെടിക്കെട്ടിന് അനുമതി ലഭിച്ചിരുന്നു. വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന മാഗസിൻ കാലിയാക്കുമെന്ന് ദേവസ്വങ്ങൾ സത്യവാങ്മൂലം നൽകിയിരുന്നു. അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടും. വെടിക്കെട്ട് പുരയും ഫയർ ലൈനും തമ്മിൽ 200 മീറ്റർ അകലമാണ് കേന്ദ്ര നിയമം. വെടിക്കെട്ട് പുര കാലിയാക്കുകയാണെങ്കിൽ 200 മീറ്റർ പാലിക്കേണ്ടി വരില്ല. നിയമോപദേശം കിട്ടുന്ന മുറയ്ക്ക് പൂരം വെടിക്കെട്ട് കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. വേലയ്ക്ക് 500 കിലോ വെടിക്കെട്ട് സാമഗ്രികളാണ് പൊട്ടിച്ചത്. പൂരത്തിന് 2000 കിലോ വീതം വരും. മെയ് 6-നാണ് ഇത്തവണ തൃശൂർ പൂരം. എന്നാൽ പൂരം വെടിക്കെട്ട് ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. വെടിക്കെട്ട് പ്രതിസന്ധിയാകുമോ എന്ന ആശങ്കയിലാണ് ദേവസ്വങ്ങൾ. പെരുന്നാൾ ദിനത്തിലും പൊരുതി ആശമാർ. മുടിമുറിച്ച് പ്രതിഷേധം, തലമുണ്ടനം ചെയ്ത പ്രതിഷേധം. സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം കടുപ്പിച്ച ആശാ വർക്കർമാർ 50-ാം ദിവസത്തിലേക്ക് സമരം കടന്നപ്പോൾ മുടിമുറിച്ചാണ് ആശമാർ പ്രതിഷേധിച്ചത്. സമര നേതാവ് മിനിയാണ് ആദ്യം മുടിമുറിച്ചത്. പത്മജ എന്ന ആശാ വർക്കർ തലമുണ്ടനം ചെയ്തുകൊണ്ടാണ് തന്റെ പ്രതിഷേധം അറിയിച്ചത്. എത്രത്തോളം മുടിമുറിക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണെന്നും സമര നേതാക്കൾ വ്യക്തമാക്കി. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. മതിലിന്റെ വീതിയെ ചൊല്ലി സഹോദരങ്ങൾ തമ്മിൽ സംഘർഷം, ഒരാൾക്ക് കുത്തേറ്റു. ഒറ്റപ്പാലത്ത് അതിർത്തി തർക്കത്തെ തുടർന്ന് സഹോദരങ്ങൾ തമ്മിൽ സംഘർഷം, ഒരാൾക്ക് കുത്തേറ്റു. മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സഹോദരങ്ങളായ ബാലകൃഷ്ണനും ബാലസുബ്രഹ്മണ്യനും തൊട്ടടുത്താണ് താമസിക്കുന്നത്. ബാലസുബ്രഹ്മണ്യം അതിർത്തിയിൽ മതിൽ കെട്ടുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകനും ഒപ്പമുണ്ടായിരുന്നു. ആ സമയത്താണ് ബാലകൃഷ്ണൻ ഇങ്ങോട്ടേക്ക് വന്നത്. മതിലിന്റെ വീതിയെ ചൊല്ലി തർക്കമുണ്ടായി. ഇക്കാര്യം ബാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ സഹോദരൻ അത് ഇഷ്ടമായില്ല. തർക്കം കയ്യാങ്കളിയിലേക്കും പിന്നീടത് കത്തിക്കുത്തിലേക്കും എത്തുകയായിരുന്നു. ബാലസുബ്രഹ്മണ്യത്തിന്റെ മകൻ സുരേഷ് ഗോപിയാണ് അച്ഛന്റെ സഹോദരന്റെ മുതുകിൽ കുത്തിയത്. ഇദ്ദേഹത്തെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൊല്ലത്ത് ഭിന്നശേഷിക്കാരിയായ യുവതിക്ക് നേരെ പീഡന ശ്രമം. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി പിടിയിൽ. കൊല്ലത്ത് ഭിന്നശേഷിക്കാരിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വയോധികൻ പിടിയിൽ. ചാത്തന്നൂർ സ്വദേശി യശോധരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. CPM ചാത്തന്നൂർ കുടക്കുറ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു പ്രതിയായ യശോധരൻ. ചാത്തന്നൂരിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഓട്ടോറിക്ഷയിൽ യുവതിയുടെ വീടിന് സമീപത്ത് 56-കാരനായ യശോധരൻ എത്തി. മദ്യലഹരിയിലായിരുന്ന പ്രതി ഭിന്നശേഷിക്കാരിയായ യുവതി മാത്രമുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരുന്ന യുവതിയെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. നിലവിളി കേട്ടാണ് പ്രദേശവാസികൾ ഓടിക്കൂടിയത്. അംഗപരിമിതിയായ പെൺകുട്ടിയെ ഇയാൾ തറയിൽ തള്ളിയിട്ടിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടി. തുടർന്ന് ചാത്തന്നൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പ്രതിയെ പിടികൂടിയ ശേഷം പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. സ്റ്റേഷനിലെത്തിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ടോൾ കടക്കാൻ ചിലവേറും. ഇന്ന് അർദ്ധരാത്രി മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചത് മുതൽ ഇന്ന് 5-ാം തവണയാണ് നിരക്ക് വർധന. 5 മുതൽ 10% വരെയാണ് വർധനമുണ്ടാവുക. കാർ, ജീപ്പ് ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്കാണ് ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ടോൾ പ്ലാസയിൽ നിന്ന് 7.5 കിലോമീറ്ററിലധികം ദൂരം പരിധിയിലുള്ള പ്രദേശവാസികളും ഇനി പണമടയ്ക്കണമെന്നും കരാർ കമ്പനി വ്യക്തമാക്കി. എന്നാൽ 10 കിലോമീറ്റർ വരെയുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്നാണ് ജനകീയ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം അംഗീകരിക്കാതെ ടോൾ പിരിവ് അനുവദിക്കില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു.